അപ്പൊ ആ ഡോക്ടർ കൊച്ചു പറയുകയാണ്, അതായത് അനീഷിന്റെ വായിൽ നിന്നും തൊപ്പല് ധരിക്കുന്നു, മറ്റുള്ളവര് കുഴപ്പമില്ല, മറ്റുള്ളവർ സെലിബ്രിറ്റികളാണ്, സെലിബ്രിറ്റി സിനിമാ താരങ്ങൾ തൊപ്പല് തെറിപ്പിച്ചാലും കുഴപ്പമില്ല, അനീഷ് കോമണറാണ്, അപ്പൊ ഹൈജീൻ കുറവായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ശരത്ത് അപ്പാനിയെ പോലെയുള്ള സിനിമാക്കാർ കാരണം കൊച്ചിയിലുള്ള പല ആൾക്കാർക്കും നാണക്കേട് തന്നെയാണ്. പ്രത്യേകിച്ചും തന്നെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ. കാരണം അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ റൗഡികളാണോ അല്ലെങ്കിൽ മറ്റുള്ളവരാണോ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും സംശയം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ, മട്ടാഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞെട്ടി പറക്കും എന്നാണ് ഇപ്പോഴും ഈ പോഴം വിചാരിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് വരുന്നത്. ഇപ്പോഴേ ശരത് അപ്പാൻ ഇങ്ങനെ പറയുകയാണ്, യൂണിയൻ സാബുവിന്റെ കോമൺ ഫ്രണ്ട്സുകൾ തന്നെയാണ് എന്റെയും ഫോർട്ട് കൊച്ചിയിലുള്ള ഫ്രണ്ട്സുകൾ എന്ന്. അതായത് ഫോർട്ട് കൊച്ചിയിലുള്ള ഫ്രണ്ട്സുകൾ എന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ ആരെങ്കിലും അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് അനക്കും, ആൾക്കാരെ ഇറക്കും എന്നുള്ള തരത്തിലാണ് ഇവനൊക്കെ പറയുന്നത്. ഇവന്റെ വിചാരോ ഈ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങ് ഞെട്ടി വറക്കും, അതുപോലെ എല്ലാവരും അങ്ങ് ഞെട്ടി വറക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇവനൊന്നും അങ്കമാലി ഡയറീസ് നിന്ന് കര കയറിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ അകത്തുള്ള ഗുണ്ടാ സെറ്റപ്പ് തന്നെയാണ് ഇവനൊക്കെ ജീവിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അഭിനയത്തിന് പുറമെ ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതെന്താ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലല്ലേ, കേരളത്തിലല്ലേ, കൊച്ചിയിലല്ലേ, ഇതെന്താ വേറെ രാജ്യം കാറ്റാണോ ഫോർട്ട് കൊച്ചി എന്ന് പറയാൻ വേണ്ടിയിട്ട്? ആദ്യം തന്നെ അപ്പാനി ശരത്തെ എന്ന് പറയുന്ന അവൻ ഓർക്കേണ്ടത് അവനൊരു സിനിമാ താരമാണ്. അത് മാത്രവുമല്ല ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. എന്നിട്ടും ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ വിളിച്ചു പറയുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇതുപോലെ ഒരുത്തി മട്ടാഞ്ചേരിയെ പറ്റി പറഞ്ഞിട്ട് അന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായതാണ്. കാരണം മട്ടാഞ്ചേരിയിലുള്ളതോ ഫോർട്ട് കൊച്ചിയിലുള്ളതോ ഇങ്ങനെയുള്ള ഈ അവിടെയുള്ള ജനങ്ങൾ, തമ്മനത്തുള്ളവരെ ജനങ്ങളൊന്നും ഗുണ്ടകളല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതോ ഒന്നോ രണ്ടോ പോഴന്മാർ അവിടെ എന്തോ കാണിച്ചിട്ട് അതിൻ്റെ പേരും വെച്ച്, ഫോർട്ട് കൊച്ചിൻ്റെ പേരും വെച്ച് അവരെ പേരിൻ്റെ മുന്നിൽ വെച്ചു എന്ന് കരുതിയിട്ട് അവിടെയുള്ള ജനങ്ങളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളോ പിടിച്ചുപറിക്കാറൊന്നല്ല, വളരെ നല്ലവർ തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അയ്യോ ഫോർട്ട് കൊച്ചി, അയ്യോ തമ്മനം, അയ്യോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇപ്പൊ ഭയപ്പെടുത്തുന്ന? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനെ പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പാനി ശരത്തിനെ പോലെയുള്ള ഇവനൊക്കെ ഒരു കാരണവശാൽ അവനൊന്നും അവിടെ താമസിക്കുന്നവനാണെങ്കിൽ അവൻ നാടിനെ പറയിക്കുകയാണ് ചെയ്തത്. അവൻ്റെ പേരിലൂടെ എന്തോ ഒരു ഭീതി വരുത്തണം. അങ്ങനെ ബിഗ് ബോസിന് വരെ എന്നെ ഭീതിയായിരിക്കണം, ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും എന്നെ ഭീതിയോടുകൂടി നോക്കണം എന്നുള്ള ഇതാണ് ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്നവര്. അല്ലാതെ ഇവനൊക്കെ ഇങ്ങനെ പോഴത്തരം വിളിച്ചു പറയോ? ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെയാണ്, ഓനിയൻ സാബുവിനും അതേ ഫ്രണ്ട്സുകൾ ഉണ്ട്. എൻ്റെ അത് ഉദ്ദേശിക്കുന്ന ഇതാണ്. അല്ലാതെ ഇമാതിരി തൊട്ടിത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, എന്തുകൊണ്ട് ഫോർട്ട് കൊച്ചി എന്ന് മാത്രമേ പറയുന്നത്, വേറെ ഒരു സ്ഥലത്തും പറയുന്നില്ല? അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താണ്? എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കുക. അപ്പൊ ഓനിയൻ സാബുവിന് അവിടെ പിന്നെ എന്താ പറയേണ്ടത്, ഗുണ്ടകളുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരൊക്കെ എന്താണ് അവിടെ സെറ്റപ്പ് ഉള്ളതാണോ? ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയന്നിട്ട് വേണോ അവിടെയുള്ളവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടുന്ന് കളിച്ചു കഴിഞ്ഞാൽ നിന്നെ വെളിയിൽ നിന്ന് വിടില്ലടാ എന്നുള്ള തരത്തിലാണ് ഇവനൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അനീഷിനെ എങ്ങനെയെങ്കിലും ഇവന് ഒതുക്കണം. അനീഷിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇഷ്ടമല്ല. അവിടെ കയറിയത് മുതലെന്ന് പറഞ്ഞാൽ ഇവൻ അനീഷിന്റെ പുറകെ തന്നെയാണ്. അപ്പാനി ശരത്ത് അനീഷിനോട് സംസാരിച്ച് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറകിൽ പോയിട്ട് പല കോപ്രായങ്ങൾ കാണിക്കുന്ന കാണാം. അതുപോലെ പോടാ എന്ന് പറയുന്നത് കേൾക്കാം. ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഈ അപ്പാനി ശരത്ത്. എന്നിട്ട് അവൻ പറയുകയാണ്, അതായത് എനിക്ക് അവിടെ ആളുണ്ട്, എനിക്ക് ഇവിടെ ആളുണ്ട് എന്നുള്ള തരത്തിൽ. എനിക്കതാണ് ചോദിക്കല്, എന്തൊരു അടിസ്ഥാനത്തിലാണ് ഇവനൊക്കെ ഇത് പറയുന്നത്? അവിടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഇത്രയും നല്ല നാട്, ഇത്രയും നല്ല ആൾക്കാർ, ഇവനെയൊക്കെ പോലെയുള്ള ചില ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമാക്കാർ തന്നെയാണ് ഇതൊക്കെ നശിപ്പിച്ചത്. എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു വില്ലന്റെ പേര് കൊടുത്തിട്ട് ഫോർട്ട് കൊച്ചി, ഇല്ലെങ്കിൽ മറ്റാഞ്ചേരി, ഇല്ല തമ്മനം, പള്ളുരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരങ്ങ് കൊടുക്കും. എന്നിട്ട് അവന്റെ പേരിൽ പിന്നെ എല്ലാവരും കിട്ടുകിട വെറുക്കുക. ഒരു കാലത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, ഫോർട്ട് കൊച്ചിയിൽ ഇവന്മാരെ പോലെയുള്ള ഈ പോഴന്മാരെ കൊണ്ട് ഫോർട്ട് കൊച്ചിയിലും തമ്മനത്തായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വില കുറവാണ്, അവിടെ വാടകയ്ക്ക് വരെ ആൾക്കാർ താമസിക്കാനില്ല. അങ്ങനെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെയുള്ള ചില ഊളകളാണ്. അല്ലാതെ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഒതുങ്ങിയിട്ട് ഇപ്പം ഭയങ്കരമായിട്ടുള്ള നന്മ മരങ്ങളാണ് ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ടീമുകളൊക്കെ. അപ്പൊ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഞെട്ടി വറക്കും.
അതുകൊണ്ട് തന്നെയാണ് ശരത്തിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും നേരം വെളുക്കാതെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരിക്കലും നേരം വെളുക്കാതെ ഒരു സംഭവമാണ് ഇവന്മാർ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടറോട് പറയാനുള്ളതാണ്, അനീഷിന്റെ വായിൽ നിന്നും മാത്രമേ തുപ്പൽ വീഴത്തുള്ളൂ, വേറെ ആരുടെ വായിൽ നിന്നും തുപ്പൽ വീഴത്തില്ല എന്നുള്ള തരത്തിൽ ആ ഡോക്ടർ സംസാരിക്കുന്ന കണ്ടു. ആ ഡോക്ടർ പഠിച്ചൊരു പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, 2 ദിവസത്തിലുള്ള പേര് ഞാൻ കണ്ടുപിടിച്ചോളും, കാരണം ചില പേരുകളൊന്നും അങ്ങ് ഓർമ്മയിൽ നിൽക്കുന്നില്ല, അത്ര ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ ആ ഡോക്ടർ കൊച്ചു പറയുകയാണ് അനീഷിന്റെ വായ ശരിയല്ല, അനീഷിന്റെ വായിൽ നിന്നും ഹൈജീനിക് ആകുന്നു, അതായത് അനീഷിന്റെ വായിൽ നിന്നും തൊപ്പല് ധരിക്കുന്നു, മറ്റുള്ളവർ കുഴപ്പമില്ല, മറ്റുള്ളവർ സെലിബ്രിറ്റികളാണ്, സെലിബ്രിറ്റി സിനിമാ താരങ്ങൾ തൊപ്പല് തെറിപ്പിച്ചാലും കുഴപ്പമില്ല, അനീഷ് കോമണറാണ്, അപ്പൊ ഹൈജീൻ കുറവായിരിക്കും, ചിലപ്പോൾ ചെറിയ വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും, കഞ്ഞിയും പയറും തിന്നുന്ന വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും എന്നുള്ള തരത്തിൽ എന്ന് പറഞ്ഞു എന്നല്ല, എന്നുള്ള തരത്തിൽ ഈ ഡോക്ടർ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, അതായത് ഇവന്റെ വായിൽ നിന്നും തുപ്പല് തെറിക്കുന്നു എന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർ അവിടെ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു കുഴപ്പവുമില്ല, അനീഷ് അവിടെ സംസാരിക്കുമ്പോഴേ അവിടെ ഹൈജീൻ്റെ പ്രശ്നം വരുന്നു, അതുപോലെ തന്നെ തുപ്പല് ധരിക്കുന്നു, എന്താ പറയേണ്ടത്, ഭയങ്കര പ്രശ്നം തന്നെ. എന്നിട്ട് യാതൊരു എളുപ്പവുമില്ലാതെ ആ തീന്മേശയിൽ വെച്ച് പറയുകയാണ്, ചേട്ടാ ഞാൻ മറ്റുള്ളവരെയല്ല ചേട്ടാ പറഞ്ഞത്, ഞാൻ അനീഷിനെയാണ് പറഞ്ഞത്, അനീഷ് അവിടെ വർത്താനം പറയുമ്പോൾ ഭയങ്കരമായിട്ട് തുപ്പല് ധരിക്കുന്ന ചേട്ടാ എന്നാണ് ചേട്ടാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പെണ്ണങ്ങോട്ട് മെഴുകുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ അഹങ്കാരം നിങ്ങൾ കണ്ട, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഞങ്ങളൊക്കെ എന്തൊരു വലിയ സംഭവമാണ്, സെലിബ്രിറ്റികളാണ്, ഇതിലൊന്നും പെടാതെ ഒരുത്തനാണ് അനീഷ് എന്നുള്ള ആ ഒരു നല്ല രീതിയിലുള്ള അഹങ്കാരവും കുശുമ്പും കൃത്യമായിട്ട് ആ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ പറയില്ലേ, ഞാൻ കിച്ചൺ ടീമിൽ എല്ലാവരെയുമാണ് പറഞ്ഞത്, അവിടെ അക്ബർ സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല ആൾക്കാരും അവിടെ സംസാരിക്കുന്നുണ്ട്. എന്തിനധികം പോയിട്ട് പറയുന്നത്, അവിടെ ഈ സരിക കലാഭവൻ എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ നിന്നിട്ട് 24 മണിക്കൂർ ഉറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കാണാതെ അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്നൊരു വാക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അനീഷിനോടാന്ന് ചേട്ടാ പറഞ്ഞു, ഞാൻ വേറെ ആരോടും അല്ലാട്ടാ, ആരും എന്നെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, ആരും എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ആരും എന്നോട് പണിങ്ങല്ലേ, ഞാൻ അനീഷിനെ മാത്രമാണ് പറഞ്ഞു ചേട്ടാ, ഓൻ്റെ തുപ്പല് ശരിയല്ല, ഓൻ്റെ തുപ്പല് ശരിയേ അല്ല, ഓൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നോ ഏതോ വീട്ടിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഓൻ്റെ തുപ്പല് ശരിയല്ല, ബാക്കി എല്ലാവരും എല്ലാം സിനിമാക്കാരോ സെലിബ്രിറ്റികളോ വ്ളോഗർമാരും ഇവരല്ലേ, അവരുടെ തുപ്പല് നല്ല പുണ്യമാണ്, പുണ്യമാണ്, ആ പുണ്യത്തുപ്പല് തുപ്പിക്കോട്ടെ, നമുക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ അനീഷിന്റെ തുപ്പല് നമ്മൾ ശ്രദ്ധിക്കണം. അനീഷ് എവിടുന്ന് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ തുപ്പല് തുള്ളി വരും എന്നുള്ള തരത്തിൽ. എൻ്റെ പൊന്ന് ഡോക്ടർ എവിടുന്ന് വന്നടേ ഈ ഡോക്ടർമാരെ പറയിക്കാനായിട്ട് ഇതുപോലെയുള്ളൊരു ഷോയിൽ കയറിയിട്ട് കൂറത്തരം വിളിച്ചു പറയുന്ന? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാതിരി എന്നാ പറയേണ്ടത്, ഇവർ എങ്ങനെ ഡോക്ടറായി എന്നതാണ്. ഒരു മനസാക്ഷി അല്ലെങ്കിൽ ഒരു ഇതോ ഇല്ലാത്ത ഒരു ഡോക്ടർ എന്നിട്ട് പറയുകയാണ് ഞാൻ ഡോക്ടർ അല്ല, ചൈനയിൽ പോയിട്ട് പഠിച്ചു വന്നല്ലേ, ഈ ചൈനേൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത്രയേ കാണത്തുള്ളൂ, അത്രയേ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ടാണല്ലോ ചൈനയിലേക്ക് ഓടുന്നത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നിട്ടെടുക്കൂലേ. ചൈനയിലൊക്കെ ആണെങ്കിൽ MBBS എന്ന് പറഞ്ഞിട്ട് ഈ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരെ കാണാമെന്നാണ് പറയുന്നത്. അത്രയും സീറ്റുകൾ അവിടെ ഉണ്ട്, ചെറിയ പൈസയും കൊണ്ട് പോയാൽ മതി, MBBS എന്ന് കിട്ടും എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ലൈവുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.